ഹരി ഓം. ദശകം 31 ശ്ലോകം 4. പാദത്രയ്യായതിനമുദിതോ വിഷ്ടപൈർനാപി തുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്തം മാമാ ദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. പദച്ഛേദം നോക്കാം. പാദത്രയ്യാ യദി ന മുദിതഃ വിഷ്ടപൈഃ ന അപി തുഷ്യേത്. പാദത്രയ്യാ യദി ന മുദിതോ വിഷ്ടപൈർനാപി തുഷ്യേത് ഇതി ഉക്തേ അസ്മിൻ ഇത്യുക്തേസ്മിൻ. ഇവിടെ ആയ്ക്ക് പകരമാണ് അവിടെ ആ പ്രശ്ലേഷ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഇത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേ അധ തോയം. ഇത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധ തോയം ദൈത്യ ആചാര്യഃ തവ ഖലു. ദൈത്യാചാര്യസ്തവ ഖലു. ഗിരി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കിലൊക്കെ അവിടെ ആചാര്യഃ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വായിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാത് തം മാ ദേയം ഹരിഃ അയം ഇതി വ്യക്തം ഏവ ആബഭാഷേ. മാ ദേയം ഹരിരയമിതി. ഹരിഹി അയം. അപ്പം ഹരിഹി അയം ആണ് ഹരിരയം എന്നെഴുതിയിരിക്കുന്നത്. പക്ഷേ രായ്ക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കണ്ട. ഹരിരയമിതി എന്നാൽ അവിടെ വേണം താനും. എന്ന് വെച്ചാൽ അവിടെ ആ മാറുകയാണ്. ഹരിഹി എന്നുള്ള വിസർഗവും മാറി ആയും മാറിയിട്ടാണ് രാ വന്നിരിക്കുന്നത്. അപ്പോൾ ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. പാദത്രയ്യായതിനമുദിതോ വിഷ്ടപൈർനാപി തുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്തം മാമാ ദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. പാദത്രയാ യദിനമുദിതഃ വിഷ്ടപൈഃ അപി ന തുഷ്യേത് ഇതി. അപ്പോൾ ഈ 3 അടി ഭൂമി കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ, അതാണ് പാദത്രയ യദി ന മുദിതഃ, ആ 3 അടി ഭൂമി കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ വിഷ്ടപൈഃ അപി, ലോകങ്ങളെല്ലാം കിട്ടിയാലും ന തുഷ്യേത് ഇതി, സന്തോഷിക്കയില്ല എന്ന്. അതാ പാദത്രയ യദി ന മുദിതഃ വിഷ്ടപൈഃ അപി ന തുഷ്യേതിഥി. 3 അടി ഭൂമി കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ ഈ ലോകങ്ങളെല്ലാം കിട്ടിയാലും സന്തോഷിക്കയില്ല എന്ന് ഉക്തേ അസ്മിൻ ഭവതേ അധ തോയം ധാതുകാമേ വരദ. അപ്പം ഉക്തേ അസ്മിൻ, അവിടുന്ന് പറയുകയാൽ, അങ്ങനെ പറയുകയാൽ ഈ മഹാബലി അവിടുത്തേക്ക് ഉടനെ ജലം ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ, അല്ലയോ അഭീഷ്ടദാതാവേ, അതാണ് വരദ. വരദ എന്ന് പറഞ്ഞാൽ അല്ലയോ അഭീഷ്ടദാതാവേ. ഉക്തേ അസ്മിൻ, അങ്ങനെ പറഞ്ഞ എന്ന് വെച്ചാൽ ഈ 3 അടി ഭൂമി കിട്ടിയിട്ടും സന്തോഷിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ കിട്ടിയാലും സന്തോഷിക്കയില്ല എന്ന് ഭഗവാൻ, എന്ന് വെച്ചാൽ ഇതിപ്പം ഭട്ടതിരിപ്പാട് പറയുകയല്ലേ, അതുകൊണ്ടാണ് അവിടുന്ന് പറയുകയാൽ ഈ എന്ത് ചെയ്തു, ഈ മഹാബലി അവിടുത്തേക്ക് ഉടനെ ജലം ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ, അല്ലയോ അഭീഷ്ടദാതാവേ. ഇത് എല്ലാം ഭട്ടതിരിപ്പാട് പറയുന്നതാണ്. അത് നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിച്ചോണം. പരീക്ഷാർത്ഥിനഃ, ആ മഹാബലിയെ പരീക്ഷിക്കണമെന്ന് കരുതിയിട്ട് തവ ഖലു പ്രേരണാത്, അപ്പോൾ ആ ഭഗവാന്റെ പ്രേരണയാൽ തന്നെ, തവ ഖലു എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ തന്നെ പ്രേരണയാൽ ദൈത്യാചാര്യഃ തം, ആ
ആ അസുരഗുരുവായിട്ടുള്ള ശുക്രമഹർഷി ആ മഹാബലിയോട് ദൈത്യാചാര്യനാരാണ്? ശുക്രമഹർഷി. അപ്പോൾ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്രമഹർഷി തം എന്ന് പറഞ്ഞാൽ ആ മഹാബലിയോട് മാദേയം കൊടുക്കരുത് അതാണ് കൊടുക്കരുത്, ഇത് ഹരിയാണ്, അയം ഹരിഹി, ഇത് ഹരിയാണ്, ഇത് വിഷ്ണുവാണ്, ഇതി വ്യക്തം ഏവ ആബഭാഷേ എന്ന് തുറന്നു തന്നെ പറഞ്ഞു. അപ്പോൾ ഈ അസുരഗുരുവായ ശുക്രമഹർഷിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചതും ആര് തന്നെയാണ്? ആ പറയിപ്പിച്ച പ്രേരണ നൽകി അത് ഭഗവാൻ. നമ്മൾ നേരത്തെ എല്ലാത്തിലും പറയുമല്ലോ, ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രമേ ഒരു ഇല അണങ്ങണമെങ്കിൽ പോലും അത് അനങ്ങുള്ളൂ. അപ്പോൾ ആ ശുക്രാചാര്യരുടെ, ആ ശുക്രമഹർഷിയുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ പ്രേരണ മൂലമാണ് അങ്ങനെ തോന്നിച്ചത്. എന്താണ് ശുക്രമഹർഷി പറഞ്ഞത്? കൊടുക്കരുത്, നീ അബദ്ധമാണ് ചെയ്യുന്നത്, ഇത് ഹരിയാണ്, വിഷ്ണുവാണ് എന്ന് തുറന്നു പറഞ്ഞു. അപ്പം ഈ ജലം ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ദാനം ചെയ്യുമ്പോഴും ആദ്യം ജലമാണ് ദാനം ചെയ്യേണ്ടതെന്നാണ് പണ്ടുള്ള ഒരു വ്യവസ്ഥ. അപ്പോൾ ഉദകപൂർവം ദാനം ചെയ്യാം എന്നാണ് പറയുക. അപ്പോൾ 3 അടി നിലം 3 അടി ഭൂമി എന്ന് വെച്ച് ദാനം ചെയ്യുന്നതിന് ആദ്യമായി ചെയ്യേണ്ടുന്നത് ആ ഉദകദാനത്തിന് ഒരുങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഉദകദാനത്തിന് ഒരുങ്ങിയപ്പോഴാണ് ശുക്രമഹർഷി മഹാബലിയെ തടഞ്ഞത്. അപ്പോൾ ഈ ഹരി എന്നുള്ള വാക്കിന് ഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആ ശബ്ദത്തിൻ്റെ അർത്ഥം ഹരിക്കുന്നവൻ എന്നാണ്. അപ്പോൾ അങ്ങേക്കുള്ളത് മുഴുവൻ അപഹരിക്കും എന്നാണ് ആ ശുക്രമഹർഷി കൊടുത്ത ഒരു സൂചന. ഹരിയാണെന്ന് പറയുന്നത്. മഹാബലി ചോദിച്ചില്ലേ, ഈ 3 അടി ഭൂമിയെ ചോദിച്ചുള്ളോ, എന്താണ് അതിൽ കൂടുതൽ ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചതിന് ഭഗവാൻ ഉത്തരമായിട്ട് പറയുകയാണ്, എനിക്ക് ഇരുന്ന് തപസ് ചെയ്യാൻ 3 അടി ഭൂമിയെ ആവശ്യമുള്ളൂ. ഈ 3 അടി ഭൂമി കൊണ്ട് തൃപ്തി വരാത്തവൻ അത്യാവശ്യത്തിൽ കവിഞ്ഞ പദാർത്ഥങ്ങളിൽ ആഗ്രഹമുള്ളവനാണ്. അങ്ങനെയുള്ളവന് ഈ 3 ലോകങ്ങൾ കിട്ടിയാലും തൃപ്തി വരികയില്ല. അതാണ് ഉത്തരമായിട്ട് പറഞ്ഞത്. ആ മഹാബലിയുടെ വാക്കുകൾക്ക് ഉത്തരമായിട്ട് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? മഹാബലി ജലദാനം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും ആ ജലദാനം ചെയ്യണമല്ലോ. അപ്പോൾ ജലദാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മഹാബലിയുടെ ആ ദാനശീലത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ച ആ ഭഗവാന്റെ പ്രേരണയാൽ അസുരഗുരുവായ ശുക്രാചാര്യൻ എന്തു പറഞ്ഞു? ദാനം ചെയ്യരുത്, അരുത്, ഇത് വിഷ്ണുവാണ്, ഹരിയാണ്, അങ്ങയെ തോൽപ്പിക്കുവാനായിട്ട് ദേവന്മാരുടെ പ്രേരണയാൽ കപടവേഷത്തിൽ വന്നിരിക്കുകയാണ് എന്നിങ്ങനെ വ്യക്തമായിട്ട് തന്നെ മഹാബലിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. പാദത്രയ്യായതിനമുദിതോ വിഷ്ടപൈർനാപി തുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതു കാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ.